ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തേത് കാസർഗോഡ് സ്പെഷ്യലായ കൊരട്ടി പത്തലാണ്. ഇത് നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതാ ചെറിയ ഉള്ളിയാണ്, അത് ഒരു 3-4 എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി വലിയൊരു ബൗളിലോട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പോളം അരിപ്പൊടിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തത്. 1 കപ്പിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് എടുത്തത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ പുഴുങ്ങലരിയും പച്ചരിയും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു അരിപ്പൊടിയാണ് കേട്ടോ. ഇത് നമ്മുടെ ഭാഗത്തുള്ള പത്തൽ വീടുന്നത് ഈ ഒരു പൊടീനെ കൊണ്ടാണ്. നിങ്ങൾ പച്ചരിനെ കൊണ്ടും നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ പറ്റും. പച്ചരിനെ കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ ഒരു തേങ്ങ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ എത്ര വെള്ളം ഒഴിക്കുന്നതെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് നോർമൽ വെള്ളമാണ്, ചൂടുവെള്ളമല്ല, നോർമൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ആക്കുന്നത്. ട്രഡീഷണലായിട്ട് ഇതുണ്ടാക്കുന്നത് അരി അരച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ പുഴുങ്ങലരി അരച്ചിട്ടാണ്, നമ്മുടെ റേഷൻ കടയിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടുന്ന ആ ഒരു അരി ഉണ്ടല്ലോ, അത് അരച്ചിട്ടാണ് ഇതുണ്ടാക്കൽ. അപ്പോൾ ഞാൻ ഇവിടെ നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെ അരിപ്പൊടിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആക്കാനില്ല, പെട്ടെന്ന് ഇത് ഇങ്ങനെ മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതാ മിക്സാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാനിതാ ഈ ഒരു പാത്രത്തിലാണ് സെറ്റാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി തടവി കൊടുക്കുന്നുണ്ട്. പണ്ടത്തെ കാലത്തൊന്നും നെയ്യൊന്നും തടവാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നെയ്യ് തടേണ്ട ആവശ്യമില്ല, പക്ഷേ അതിൻ്റെ ആ നെയ്യിൻ്റെ എല്ലാം സ്മെല്ല് വരുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് അരക്കുന്ന സമയത്ത് തേങ്ങയിലേക്ക് ജീരകമാണെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാ ഇതുപോലെ മിക്സ് ആക്കിയ ശേഷം നമുക്കിതിലേക്ക് ഒഴിക്കാം. പിന്നെ നിങ്ങൾ അരിപ്പൊടി പച്ചരിപ്പൊടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കണം. ഞാൻ ഇതുവരെ പച്ചരിപ്പൊടിയിൽ ഉണ്ടാക്കില്ല, പക്ഷേ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല സോഫ്റ്റ്, നല്ല സ്പോഞ്ചി പോലത്തെ ഒരു കേക്ക് പോലത്തെ ഒരു പലഹാരമാണ് കേട്ടോ ഇത്. നമ്മളിത് വേവിക്കുന്നത് ആവിയിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് എങ്കിലും എടുക്കും ഇത് വെന്ത് കിട്ടാൻ. നമ്മളിത് വെന്തതിന് ശേഷം കുത്തി നോക്കിയാൽ അതിലേക്ക് സ്റ്റിക്കായിട്ട് വരും. അപ്പോൾ അത് പ്രശ്നമല്ല. 20 മിനിറ്റ് വരെ നിങ്ങൾ വേവിച്ചെടുത്താൽ മതി. 20 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി അത് ചൂടാറാൻ വെക്കുക. അപ്പോൾ അത് ചൂടാറിയ ശേഷം അത് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചെറിയൊരു കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ചിക്കൻ കറി, പിന്നെ ഇറച്ചിക്കറി, അതിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മുടെ കൊരട്ടിപ്പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യാവോ. ചൂടോട് കൂടി കട്ട് ചെയ്യുമ്പോൾ അത് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് സൈഡെല്ലാം വിടർത്തിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. ഇതിൻ്റെ കൂടെ നല്ല ബീഫ് പള്ളിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ പീസാക്കിയിട്ട് ഓരോരോ ആൾക്കാർക്ക് അങ്ങനെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. കാസർഗോഡ് ഭാഗത്ത് ഒരുപാട് ടൈപ്പുള്ള പലഹാരം ഉണ്ടാക്കാറുണ്ട്. ഇതുപോലത്തെ ഒരുപാട് അപ്പങ്ങളും പിന്നെ സ്നാക്കായിട്ടും എല്ലാം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് കാണാത്തവരുണ്ട്, കണ്ടു നോക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിവിടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ കറിയും കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിത് കഴിക്കുന്ന രീതിയുണ്ട്. നമ്മളിത് ഈ ഒരു കറിയിൽ ഇട്ട് ഉടച്ചിട്ടാണ് കേട്ടോ കഴിക്കേണ്ടത്. അങ്ങനെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.